അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ അന്വേഷണ സംഘം വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. 3 ദിവസത്തേക്കാണ് 8 പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ഇവരുമായി നമുക്കൊപ്പം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, ഡൽഹിയിലെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? കേരളത്തിൽ ഇപ്പം മഴ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഡൽഹിയിൽ കനത്ത ചൂടാണ്. ഒരു അല്പം ആശ്വാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വലിയ ചൂടും അത്തരത്തിലേക്കുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ളത്. എസ് കെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരുമ്പോൾ അയോധ്യയിലെ ക്രമക്കേടുകൾ അതിനേക്കാളും ചൂടുപിടിക്കുന്ന വാർത്തകൾ തന്നെയാണ് രാവിലെ മുതൽ നമുക്ക് ലഭിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളാണ്, തട്ടിപ്പുകളാണ് അയോധ്യയിലെ ഈ സംഭാവനയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം 8 പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അതിൽ ബാങ്ക് ജീവനക്കാരുണ്ട്, ഈ സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ജീവനക്കാരുണ്ട്, ട്രസ്റ്റ് അംഗങ്ങളുണ്ട്. ഇങ്ങനെ 8 പേർക്കെതിരെയും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. ഈ 8 പേരിൽ നിന്നായി 79 ലക്ഷം രൂപ അന്വേഷണ സംഘം കണ്ടെത്തിയതായിട്ടുള്ള വിവരവുമുണ്ട്. ഒപ്പം തന്നെ ഈ വെള്ളിക്കെട്ടുകൾ നേരത്തെ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഈ വെള്ളിക്കെട്ടുകൾ പിന്നീട് ഉരുക്കി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതായിട്ടുള്ള ചില വിവരങ്ങളും SIT വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2022 മുതൽ 2025 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഇതിൽ 39 ദിവസത്തെ ഈ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. ഈ 39 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിൽ 70 തവണ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് ഈ സംഭാവന ഈ 39 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 70 തവണ മോഷ്ടിക്കപ്പെട്ടു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഏറ്റവും ചെറിയ കാലയളവിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്രയും വ്യാപ്തമായിട്ടുള്ള ഒരു ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘം പറയുന്നുണ്ട് പല മേഖലകളിലും ഈ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ CCTVകൾ അവിടെ ക്രമീകരിക്കുന്നതിലൊക്കെ തന്നെ പര്യാപ്തതയുണ്ടായെന്നൊക്കെ അന്വേഷണ സംഘം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് തട്ടിപ്പായിരിക്കും അതില്ലാത്ത മേഖലകളിൽ ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ടാവുക എന്നാണ് ഇതിനോടകം ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ചോദിക്കുന്നത്. 8 പേരെയും അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഈ ക്ഷേത്രത്തിന്റെ മുൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കൂടിയായ ചമ്പത്ത് റായിയുടെ വിശ്വസ്തൻ കൂടിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ടിന്നു യാദവിനെ വളരെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഈ ടിന്നു യാദവ് ഈ ക്രമക്കേട് എങ്ങനെയാണ് നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനോട് മൊഴി നൽകിയതായിട്ടുള്ള വിവരവുമുണ്ട്. അതേസമയം SK സൂചിപ്പിച്ചതുപോലെ തന്നെ ചമ്പത്ത് റായിക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം ഉന്നയിക്കുന്നത്. അദ്ദേഹം ഈ ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അറിയാതെ എങ്ങനെയാണ് ഇത്രയും വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാവുക എന്നാണ് നേതാക്കൾ ചോദിക്കുന്നത്. ഈ ഉന്നത തലത്തിലുള്ളവരെ, ഈ സ്വാധീനമുള്ളവരെ സംരക്ഷിക്കാനാണ് യോഗി സർക്കാർ ശ്രമിക്കുന്നതെന്നൊരു ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ യോഗി ആദിത്യനാഥ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് തെളിവുകളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് SITക്ക് മുന്നിൽ നൽകാം, അത് ഞങ്ങൾ അന്വേഷിക്കും, അല്ലാതെ ഈ ദുഷ്ടലാക്കോട് കൂടി ഈ ക്ഷേത്രത്തെ നോക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ്. ഒപ്പം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.